പെൻഷൻ പെൻഷൻ അംഗങ്ങളെ അവരെ കലാവാസനകൾ പ്രകടിപ്പിക്കാനുള്ള വേദി ഒരുക്കാൻ 25 ബ്ലോക്കുകളായിട്ട് തിരിച്ച് വെറും 15 മിനിറ്റ് കൊണ്ട് അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാൻ കഴിയുകയില്ല എന്ന് ഈ സംഘാടക സമിതിക്ക് കൃത്യമായ ബോധ്യമുണ്ടെങ്കിലും ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ പരിപാടികൾക്ക് വേണ്ട രൂപങ്ങൾ നടത്തിയിരിക്കുന്നു. ആ പരിപാടി വളരെ വിജയപ്രദമായി നടത്തുന്നതിന് ഈ ഒരു ദിവസത്തെ ഈ സാംസ്കാരിക പരിപാടി വളരെ സന്തോഷപ്രദമായ ഒരു ദിനമാക്കി മാറ്റുന്നതിന് നിങ്ങളുടെ ഏവരുടെയും സകല സപ്പോർട്ടും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. യൂണിയൻ 33ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഈ കലോത്സവത്തിൻ്റെയും സാംസ്കാരിക സമ്മേളനത്തിൻ്റെയും ഭാഗമായിട്ട് ഈ വേദിയിൽ വരാൻ സാധിച്ചതിലുള്ള അത്യധികമായ സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ച എല്ലാ പ്രവർത്തകർക്കും, എല്ലാ പെൻഷനേഴ്സിനും, ഒപ്പം പ്രത്യേകമായിട്ട് ഡോക്ടർ ആർ ശശികുമാർ സാർ അവർക്കും, പിന്നെ വളരെ ഊർജ്ജസ്വലയായിട്ട് ഈ പെൻഷൻ പ്രവർത്തനങ്ങളിൽ, അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിരിക്കുന്ന ഞങ്ങളുടെ നാട്ടുകാരിയായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള ശാന്ത ബാലകൃഷ്ണൻ ചേച്ചി തുടങ്ങിയ എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എനിക്കും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഒരു ക്ലറിക്കൽ ജോലി എന്തെങ്കിലും സംഘടിപ്പിക്കണം എന്നൊരു ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാരണം എൻ്റെ അച്ഛനും അമ്മയും സർക്കാർ ഉദ്യോഗസ്ഥരായിരുന്നു എന്നതാണ്. അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ അത്തരത്തിലൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങളുടെ കൂടെ അവിടെ ഇരിക്കേണ്ട ആളാണ്. എൻ്റെ കൂടെ പഠിച്ചവരെല്ലാം ഇപ്പോൾ പെൻഷൻ പറ്റി. എന്തായാലും എൻ്റെ വഴി വേറെയായി. ഈ ഒരു കൂട്ടായ്മ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. 6ഉം 60ഉം ഒരുപോലാണെന്ന് പറയും. ഇപ്പോൾ 60 എന്നുള്ള മാറ്റി ഒരു 80 90 ആക്കേണ്ടതാണ്. കാരണം അത്രയും ഊർജം ഇപ്പോൾ നിങ്ങൾ ഞാൻ ഈ കാണുന്ന ആളുകളിലെല്ലാം ഉണ്ട്. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട പരിപാടികളെല്ലാം അത്യധികം ഗംഭീരമായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയ കണക്കിൽ 80 തൊട്ടാണ് വാർദ്ധക്യം എന്നാണ് പറയുന്നത്. പക്ഷേ അത് പിന്നെയും മാറ്റേണ്ടിയിരിക്കുന്നു. ഒരു 90 100 ആക്കിയാലേ വാർദ്ധക്യം നമ്മളെ ബാധിക്കുന്നുള്ളൂ. അങ്ങനെ തന്നെ ആകാൻ പാടുള്ളൂ. കാരണം വളരെ പോസിറ്റീവായിട്ട് എല്ലാവരും ഇപ്പോൾ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഒരു ബാക്കിയാണ് ഇത്രയും ഒരു ആളുകൾ ഇവിടെ കൂടി വരാനുള്ള ഒരു സാഹചര്യം, ഒരു കാരണം. കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ആവേശം അല്ലെങ്കിൽ ഒരു മനസ്സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണെന്ന് ഞാൻ കണ്ടു മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം പെൻഷൻ വാങ്ങിക്കാൻ ആയിട്ട് ഇപ്പോൾ അമ്മ പോകാറില്ല. അമ്മ ഓരോ തവണയും വളരെ ആവേശത്തോടെ പെൻഷൻ വാങ്ങിക്കാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവിടെ ചെല്ലുമ്പോഴാണ് കൂടെ പ്രവർത്തിച്ചവരെയൊക്കെ കാണാനും കാര്യങ്ങൾ സമ്മതിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാകുക. ഇപ്പോൾ പുതുവിള നേരുന്നോരിനിയും നാടിതാ പാടാ കുട്ടനാടിൻ നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കണ്ണോടു തരിയുടും മണ്ണുതിരും മണമോ പെണ്ണിനു വിയർപ്പാലേ മധുമണമോ ഞാറ്റോല പച്ചവള പൊന്നും ചെരിക്കൊലുസ് പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാൻ കൊറ്റികൾ പകൽ നീളേക്കിനാ കാണും മുട്ടിടും അനുരാഗക്കരൾ പോലെ മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാം കുട്ടനാടിൻ നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം പൊന്നാര്യൻ കതിരിടും
സ്വർണമണി നിറമോ കണ്ണിനു കണിയാകും നിറ പറയൂ പെണ്ണാളു കൊയ്തുവരും കറ്റ നിറ പൊലിയാ നെല്ലറ നിറയേണം മനസ്സുപോലെ ഉത്സവത്തൊടി താളക്കൊടിയേറ്റം മത്സര കളിവള്ളത്തിരയോട്ടം പെണ്ണിനു മനമാകെ തകിലാട്ടം പാടാം കുട്ടനാടിനീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം കായലലകൾ പുൽകും തണുവലിയുമേറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട് നിറപ്പൊലിയേകാമെന്നരിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിനാ പാടാം കുട്ടനാടിൻ നീണം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം പുഴയോരം കളനീളം കവിത പാടും തീരം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പൗലോ സാറിൻ്റെ പ്രഭാഷണം കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ സാഹചര്യത്തിന് പ്രതികൂലമാണ്. മറ്റൊരു കാര്യം ഞാൻ പറയുന്നത് ഒരുപക്ഷെ അതിശയമൊക്കെ ആയിട്ട് തോന്നാം. എൻ്റെ ടീനേജ് കാലം തൊട്ട് വർഷങ്ങളോളം വർഷത്തിൽ ഒരു തവണയെങ്കിലും സാറിൻ്റെ പ്രഭാഷണം കേട്ട് വളർന്ന ഒരു തലമുറയാണ് ഞങ്ങൾ തെക്കുംഭാഗത്തുകാരുടേത്. അവിടെ തെക്കുംഭാഗത്ത് യങ് മെൻസ് അസോസിയേഷൻ എന്നുള്ള ഒരു അസോസിയേഷൻ അവർ ഒരു വർഷാവർഷം ആനിവേഴ്സറി വയ്ക്കുമ്പോൾ സാറിൻ്റെ ഡേറ്റ് നോക്കിയിട്ടാണ്. സാറില്ലെങ്കിൽ അന്ന് ഇത് പരിപാടി ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ സാറിന് ഏതൊരു പരിപാടിക്കും സാറിൻ്റെ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടാവും. സാറ് സുദീർഘമായിട്ട് കാലാനുസൃതമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയും ഞങ്ങളെയെല്ലാം പ്രബുദ്ധരാക്കി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒട്ടും അതിശയോക്തിയില്ല എന്ന് തന്നെ പറയണം. ഞങ്ങൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ തെക്കുംഭാഗത്തുകാർ. അപ്പോൾ എന്തായാലും സാറ് സന്തോഷം. സാറുമായിട്ട് വേദി പങ്കിടാൻ സാധിച്ചതിൽ മറ്റെല്ലാ പ്രമുഖരുമായിട്ടും വേദി പങ്കിടാൻ സാധിച്ചതിൽ സന്തോഷം. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ചതിൽ അതിലേറെ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. പ്രവർത്തകരെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനുള്ള ഒരു കൂട്ടായ്മ, ഒരു സംഗമം എന്ന രീതിയിൽ നമ്മളതിനെ കാണുകയും നമ്മുടെ ആ പഴയ ഊർജ്ജമൊക്കെ ഇപ്പോഴും നമുക്കുണ്ട്, നമുക്കിപ്പോഴും പ്രവർത്തിക്കാൻ സാധിക്കും എന്ന നിലയിലേക്ക് നമ്മൾ മാനസികമായി മാറുകയും ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ നമ്മളുടെ റിട്ടയർ ചെയ്ത ആളുകൾക്ക് ഭാഗ്യവശാൽ ഒരുവിധം സമാധാനപരമായ ജീവിതം നടത്താൻ പറ്റുന്ന ഒരവസ്ഥ ഇപ്പോഴില്ല. അതാണ് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനും നമ്മുടെ പ്രവർത്തനങ്ങൾക്കുമൊക്കെ ആവശ്യമായ ഊർജം സമ്പാദിക്കുക. ഒരു അലസമായിരുന്ന നമ്മളുടെ ഒന്നും ചെയ്യാനില്ല, ചെയ്യാനില്ല എന്നുള്ളത് പലത് പണ്ടൊക്കെ ശരിയായില്ല. പണ്ട് അവരെപ്പെട്ട് റിപ്പയർ ചെയ്തെന്ന് കഴിഞ്ഞാല് പിന്നെ അതൊന്നും ചിന്തിക്കാറില്ല. ഇങ്ങനെയായിരുന്നു പണ്ടത്തെ സ്ഥിതി. ഇപ്പൊ നമ്മള് കൂടുതൽ കാലം നമ്മൾ റിപ്പയർ ചെയ്തിട്ട് റിപ്പയറായിരിക്കും ജീവിതം. അപ്പോൾ ഈ റിപ്പയർമെന്റിന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർവീസ് കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം, പല ഘട്ടങ്ങളുണ്ടല്ലോ. ഒരു ഘട്ടം എന്നുള്ളതിനെ കാണുകയും ആ ജീവിതത്തെ കൂടുതൽ നമ്മൾ ഊർജം ശേഖരിക്കുന്നതിന് ഊർജം ആർജിക്കുന്നത് അവാർഡ് ഈ പറയുന്ന മുഴുവൻ ഗ്രന്ഥങ്ങൾ ഞാൻ എഴുതിയത് റിട്ടയർ ചെയ്തതിന് ശേഷം. അപ്പോൾ റിട്ടയർ ചെയ്തതിന് ശേഷം നമ്മുടെ ജീവിതത്തെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്ന കാലമാണിത് എന്ന പ്രത്യാശ
അതിൻ്റെ ഒരു ശുഭകാമന ഉണ്ടാക്കുന്നതിനായിരിക്കണം നമ്മുടെ ഈ കൂട്ടായ്മകളെല്ലാം. ഇവിടെ നടന്ന നൃത്തമാണെങ്കിലും ഇവിടെ നടക്കാൻ അവരറിവുണ്ടാക്കുന്നതാണ്. അതിനോടൊപ്പമുള്ളതാണ് എജ്യൂക്കൾച്ചറേഷൻ, സംസ്കാരവൽക്കരണം. വിദ്യ നേടുന്നതിനോടൊപ്പം നേടേണ്ടതാണ് സംസ്കാരവൽക്കരണം. ഈ സംസ്കാരവൽക്കരണം എന്ന് പറയുന്നത് ഇപ്പൊ സംസ്കാരം എന്ന് പറയുന്നത് എന്താ? നമ്മളിപ്പോ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഇവിടെ പിടിച്ച് കഴിയട്ടെ. പൈസ ഞാൻ പിന്നെ എടുത്തു.